ഗുഡ് മോർണിംഗ്. അന്ന് ഞാൻ മോളോട് എന്ത് പറഞ്ഞു? കണ്ടോ, 27,000 രൂപയുടെ പോളിസി ഞാൻ അസിമത്തെ കൊണ്ടെടുപ്പിച്ചു. ഇപ്പൊ എന്ത് പറയുന്നു? MA വൈശാഖൻ 28/4. ഞാൻ കമലമ്മ സമ്മതിച്ചിരിക്കുന്നു. താങ്ക് യു. ഇപ്പൊ ഞാൻ വരട്ടെ. അപ്പൊ നമുക്ക് പിന്നെ കാണാം. ഇത് മറക്കണ്ട. താങ്ക് യു. MA വൈശാഖൻ. സിംഹം. നല്ല പേര്. ഡേറ്റ് ഓഫ് ബർത്ത് 28/4/1952. 34. 12 വയസ്സ് വ്യത്യാസം. അത്രയും ഡിഫറൻസ് വേണം. ഒരു കുഴപ്പമില്ലെന്നേ.
ഡോക്ടറോട് ചോദിക്കുക. കെയർ ഓഫ് മനോരമ, കോട്ടയം. പ്രിയപ്പെട്ട ഡോക്ടർ, എന്റെ കൂട്ടുകാരിക്ക് വേണ്ടിയാണ് ഈ കത്ത്. അവളുടെ വിവാഹം ഒരു ചെറുപ്പക്കാരനുമായി വീട്ടുകാർ നേരത്തെ ഉറപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ തന്റെ അയൽവക്കത്ത് പുതിയതായി താമസിക്കാൻ വന്ന കോളേജ് ലെക്ചററായ ഒരു യുവാവിനോട് അകലാൻ പറ്റാത്തവണ്ണം അവൾ അടുത്തുപോയി. തന്റെ മനസ്സ് ആ യുവാവിനോട് തുറന്നു കാണിച്ചെങ്കിലും അയാളിൽ നിന്നും യാതൊരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ അവസ്ഥയിൽ ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ മാനസിക വൈഷമ്യം അനുഭവിക്കുന്ന എന്റെ കൂട്ടുകാരിയെ താങ്കളുടെ വിലയേറിയ ഉപദേശത്തിലൂടെ സഹായിക്കാൻ അപേക്ഷ. ആരാടി ഈ കൂട്ടുകാരി? നീ കാര്യമായിട്ട് ചോദിക്കുക ആരാണെന്ന്. മായേ, എന്താ ഇത് തമാശയോ? നിനക്കെന്താ വട്ട് പിടിച്ചോ? അപ്പോ മോഹൻ? ഡിയർ ഫ്രണ്ട്സ്, അതിൽ കഴിഞ്ഞൊരു ബന്ധം എനിക്കില്ല. അപ്പോൾ അയാൾ നിന്നെ സ്നേഹിക്കുന്നതോ? അതിന് എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? എന്നെ സ്നേഹിക്കുന്നതായി വേറെയും പലരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോനേട്ടനുമായി പൊരുത്തപ്പെട്ടു പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഹിയർസ് ഡിഫറെന്റ് ടേസ്റ്റ്. മോനേട്ടന് 4 പേരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയ ഒരു ഡോളിനെയാണ് ആവശ്യം. എനിക്കങ്ങനെ ഒരു പാവയായിരിക്കാൻ പറ്റില്ല. നീ ഇത് മോഹനോട് പറഞ്ഞോ? പറയാനുള്ള സന്ദർഭം കിട്ടിയില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. ഇത് നിന്റെ ഡാഡി അറിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും. എനിക്കിത് ഫേസ് ചെയ്യേണ്ടി വരും. നിനക്ക് മുഴു ഭ്രാന്താണ്. ഇത് കുട്ടിക്കളിയാണെന്നാണോ എന്റെ വിചാരം? നിന്റെ മിൽസ് ആൻഡ് ഗുൺ പ്രേമത്തിന് പറ്റിയ ഹീറോ ഒന്നുമല്ല വൈശാഖൻ സാറ്. ഹീസ് എ ലെക്ചറർ, നോട്ട് എ പ്ലേ ബോയ്. അതെനിക്കറിയാം ലതികെ. ഐ എം സീരിയസ്. സീരിയസ്? എനിക്ക് നിന്റെ വർത്താനം കേട്ടിട്ട് കലിയാ വരുന്നത്. വേറെ ആരെയും കണ്ടില്ല പ്രേമിക്കാൻ. മായേ, ദിസ് ഇസ് ലൈഫ്. ഡ്രാമയോ സിനിമയോ ഒന്നുമല്ല. അയാൾ ഒരു ടൈപ്പാ. നിന്നെ കുറിച്ച് സാറിന്റെ അഭിപ്രായം വേറൊന്നാണെങ്കിൽ? ഞാൻ ഇത് എന്നോട് തന്നെ പലവട്ടം ചോദിച്ചതാണ്. ബട്ട് ഐ ഹാവ് നോ ആൻസർ. എനിക്കൊന്നു മാത്രം അറിയാം, ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. എന്തിനേക്കാളും വേറെ. നീ കൂടുതൽ എന്നോടൊന്നും ചോദിക്കരുത്. മായേ, യെസ്, ഐ ലവ് ഹിം മോർ ദൻ എനിത്തിങ്. എന്താ കാരണം എന്ന് വെച്ചാ എനിക്കറിഞ്ഞൂടാ. എന്താ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വാ ഇരിക്ക. വിലാസനെ, വിലാസനെ ഇരിക്ക.
കോളേജിലെ സ്റ്റുഡൻസാ. ലതികയെ അറിയാം. ഇത് മായ, MA ഫൈനൽ ഇയർ. ആ പിന്നെ ഈ സമയത്ത് ഇവിടെ ചായ ഒന്നും കാണില്ല, വേണമെങ്കിൽ മോരുമെള്ളം തരാം. ആര് പറഞ്ഞു ചായ ഇല്ലെന്ന്? ഞാൻ കൊണ്ടുവരാം. ഏയ്, കുറച്ചു മുമ്പ് ഞാൻ ചോദിച്ചപ്പോ നീ ഇല്ലെന്ന് പറഞ്ഞല്ലോ. അത് നിങ്ങൾ ചോദിച്ചോണ്ടല്ലേ. കണ്ടില്ലേ ട്രീറ്റ്മെന്റ്? ആ പിന്നെ എന്താ കാര്യം? അങ്ങനെ വെറുതെ വരാൻ വഴിയില്ല. പറ, നീ പറ. പറ എന്താന്ന് വെച്ചാൽ. സാറൊരു ചെറിയ സഹായം ചെയ്യണം. ഞാനോ? എന്താ? അല്ല, വൈശാഖൻ സാറിനെ കൊണ്ട്. എന്താ, ആർട്സ് ക്ലബ് ഇനാഗുറേഷനോ അത് വിമൻസ് ക്ലബോ? അതൊന്നുമല്ല സാർ, ഇവൾക്ക് ഇടയ്ക്ക് ഈ പടം വരയ്ക്കുന്ന സ്വഭാവമുണ്ട്. എന്തോ കോമ്പറ്റീഷൻ അയക്കാനോ മറ്റോ ഒരെണ്ണം വരച്ചു വെച്ചിട്ടുണ്ട്. കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? അതല്ല, വൈശാഖൻ സാറിനെ കൊണ്ട് അതിനിണങ്ങി ഒരു ക്യാപ്ഷൻ എഴുതിക്കണമായിരുന്നു. ഇവൾക്ക് സാറിനോട് നേരിട്ട് പറയാൻ പേടിയാ. ഓഹോ. അപ്പൊ എനിക്കില്ലേ? ഇന്ന് 2-3 ആയില്ലേ? മതി. ഇതിനെന്ത് പേടിക്കാതിരിക്കുന്നു? തൊട്ടടുത്തല്ലേ വീട്, ഒരു മതിലിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ചുമ്മാ കയറി ചോദിക്കണം. എഴുതി തന്നെങ്കിൽ തരട്ടെ, ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് കൊണ്ടുപോവാ. എന്ത് ക്യാപ്ഷൻ വേണമെങ്കിലും ഞാൻ എഴുതി തരാം, അല്ലടി? അത് പിന്നെ ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയാറില്ലേ, അതുപോലെ ഇവക്കും എന്നെ ഒരു വിലയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? സാറൊന്ന് വൈശാഖ് സാറിനോട് പറയണം, ഞങ്ങൾക്ക് വേണ്ടി. പടം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആഹാ, കൊണ്ടുപോ കാണട്ടെ. തിരിച്ചു പിടിക്കേ. എന്തായി വരച്ചു വെച്ചിരിക്കുന്നത്? എനിക്ക് കണ്ടിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. നിനക്കോടി? മോഡേൺ ആർട്ടാ. മോഡേൺ ആർട്ട്? എവിടെന്ന് വന്നടി? ആർട്ടിനെ പറ്റി നിനക്ക് എന്തോന്ന് അറിയാവുന്ന? മോഡേൺ ആർട്ട് ഞാൻ കൊടുത്തു നോക്കാം. പക്ഷേ അവനൊരു ടൈപ്പാ. എഴുതി തന്നില്ലെങ്കിൽ എന്നെ കുറ്റം പറയരുത്. നാളെ കോളേജിൽ വരുമ്പോ കൊണ്ടുവന്നാ മതി. പിന്നെ വരുമ്പോ ഇതൊന്ന് ശരിക്ക് പൊതിഞ്ഞോണ്ട് പോലെ. വരട്ടെ. വരട്ടെ സർ. ശരി. ഇതല്പം വളഞ്ഞ വഴിക്ക് മൂക്കെ പിടിക്കുന്ന ഏർപ്പാടാണല്ലോ. നിനക്കെന്ത് തോന്നുന്നു? ആ കുട്ടി വൈശാഖ സാറിന്റെ അടുത്ത വീട്ടിലാണോ? കാണാൻ നല്ല ഭംഗി. എന്തോ? അല്ല, ആ കുട്ടിയെക്കാളും കാണാൻ ഭംഗി നിനക്കാണല്ലോ എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. അതെ. എന്താടാ ഇത്? പടം, പെയിന്റിംഗ്. മനസ്സിലായില്ലേ? നീ വരച്ചതാ? ആ, അത് കണ്ടറിയാനുണ്ട്. ഇതിപ്പോ എന്തിനാ എന്നെ കാണിച്ചത്? ഞാൻ വരച്ചതൊന്നുമല്ല, ഈ കോളേജിൽ ഒരു സ്റ്റുഡന്റ് വരച്ചതാ. നീ ഇതിനൊരു ക്യാപ്ഷൻ എഴുതി കൊടുക്കണമെന്ന്. ക്യാപ്ഷനോ? ഞാനോ? എന്തിന്? ഞാൻ അവരോട് പറഞ്ഞതാടാവേ നിനക്ക് വിവരമില്ലെന്ന്. പക്ഷെ അവര് സമ്മതിക്കണ്ടേ? നീ തന്നെ ക്യാപ്ഷൻ ഇട്ട് കൊടുക്കണമെന്ന്. ആരാ വരച്ചത്? നിന്റെ നെയ്ബർ തന്നെയാ, മായ. കണ്ടോ, ഇതുകൊണ്ട് തന്നെ അവൾ ഇതെന്നെ ഏൽപ്പിച്ചത്. വെറുതെ ഒന്നും വേണ്ട, നിനക്കൊരു കോംപ്ലിമെന്റ് വന്നേക്കാം. കോംപ്ലിമെന്റോ? എന്ത് കോംപ്ലിമെന്റ്? അതൊക്കെ തരാം. എന്തെങ്കിലും ഒന്ന് എഴുതി കൊടുക്കടാ. ആ കുട്ടിക്ക് എന്തോ കോമ്പറ്റീഷൻ അയക്കാനുള്ളത്. ഈ കോളേജ് നിനക്ക് മാത്രമേ വിവരമുള്ളെന്ന് അവരുടെ വിചാരം. അവർക്ക് അബദ്ധം പറ്റിയതാണെങ്കിലും അഭിപ്രായം മാറ്റാൻ പോകണ്ട. ഒന്ന് എഴുതടാ. പിന്നെ നിന്റെ ഈ മെസ്സഞ്ചറുടെ പണിയുണ്ടല്ലോ, അത് നിർത്തണം. എവിടെ കോംപ്ലിമെന്റ്? കാസറ്റോ? ഇതെന്ത് കോംപ്ലിമെന്റാടാ? അതൊക്കെ ഉണ്ട്, നീ വീട്ടിൽ ചെന്ന് കേട്ടു നോക്ക്. Journey to eternity. Oh, eternity.
പരന്നിതാ പുഴയോരം മലരാൽ നിറഞ്ഞിതാ നിറമേഴും കരളിൽ പരന്നിതാ പുഴയോരം മലരാൽ നിറഞ്ഞിതാ അല്ലിപ്പൂ നുള്ളിപ്പോം കിനാവുമായി പുല്ലാനീ കാവിൽ പോം കുളിരുമായി ഒരു തെന്നൽ വന്നു ചേർന്നിതാ നിറമേഴും കരളിൽ പരന്നിതാ പുഴയോരം മലരാൽ നിറഞ്ഞിതാ ഹർഷങ്ങൾ ചാർത്താൻ ഒരു വേണുഗാനമേ പോരൂ ആയിരം സുഖവേദി ഇനി ഞാനും നീയും ചേർന്നിടുമോ പ്രാണഹർഷങ്ങൾ ചാർത്താൻ ഒരു വേണുഗാനമേ പോരൂ ആയിരം സുഖവേദിയിൽ ഇനി ഞാനും നീയും ചേർന്നിടുമോ ഒന്നാനാം കുന്നിൽ പൈങ്കിളികളും കിന്നാരം ചൊല്ലുന്നു മിഴികളാൽ ഇനി എന്നും ഒന്നു ചേരുവാൻ നിറമേഴും കരളിൽ പരന്നിതാ പുഴയോരം മലരാൽ നിറഞ്ഞിതാ പാലച്ചോട്ടിൽ ഒരു ഗാനഗന്ധർവൻ പാടി താമര കുളിർ പൊയ്കയിൽ ഇളം കാറ്റോ വീശിയോളങ്ങളായി ഏഴിലം പാലച്ചോട്ടിൽ ഒരു ഗാനഗന്ധർവൻ പാടി താമര കുളിർ പൊയ്കയിൽ ഇളം കാറ്റോ വീശിയോളങ്ങളായി മഞ്ചാടി കാട്ടിൽ പൊൻപറവകൾ പുഞ്ചിരി ചാർത്തുമായി പുലരികൾ ഇനി എന്നും വന്നു ചേരുമേ നിറമേഴും കരളിൽ പരന്നിതാ പുഴയോരം മലരാൽ നിറഞ്ഞിതാ ലലാ 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 സാറെന്താ ഇവിടെ അമ്പലത്തിന്റെ മുമ്പിൽ? ഓ വെറുതെ കാറ്റ് കൊള്ളായിരുന്നത്. കോമ്പറ്റീഷന് ഇവളുടെ പെയിന്റിങ്ങിനാ 3rd പ്രൈസ് കിട്ടിയത്. സാറന്ന് ക്യാപ്ഷൻ ഇട്ട് കൊടുത്തില്ലേ ആ പെയിന്റിങ്ങിന്? എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടേണ്ടതായിരുന്നു. ജഡ്ജസ് ഫൈൻ ആർട്സ് കോളേജിലെ സ്റ്റുഡൻസിനോട് പാർഷ്യാലിറ്റി കാണിച്ചതാ. സർ ചെല്ല്, തൊഴാൻ വന്നതല്ലേ, നട അടയ്ക്കാറായി, താമസിക്കണ്ട. സാറിനെന്താ ഒരു മൂഡൌട്ട് പോലെ, സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ? ആളിത്തിരി സ്റ്റിഫാണെന്ന് തോന്നുന്നു. പിന്നെ എങ്ങനെ വേണം, വിളിച്ചു പോവണോ? ചിലപ്പോ നീ കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെ ആയത്. ഓ, ഞാനില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നിന്നെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്തേനെ. കഴുത, ഒരു സ്ഥലകാല ബോധം വേണ്ടേ? നമ്മളെ അമ്പലത്തിലേക്കാ പോകുന്നത്. മതി. അമ്പലത്തിലേക്കാ? അല്ല, മാർക്കറ്റിലേക്ക്.
അമ്പലത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ വേണം ചോദിക്കാൻ അമ്പലത്തിലേക്കാണോ എപ്പെട്ടെന്ന് വന്നടി. മോനെ ഞങ്ങൾ പോട്ടെ. വരട്ടെ. വാ. എന്തെടാ മോനെ നീ മിണ്ടാ? ആ ഇനി എന്റെ പൊന്നുമോൻ അല്പം നടക്ക്. ആ അതിനെന്താ അല്ലടാ. ഡാ, ഇതിനൊക്കെ ഒരു യോഗം വേണം. കുടുംബം, ഭാര്യ, കുട്ടികൾ ഇതൊക്കെ ഉണ്ടെങ്കിലേ ജീവിതത്തിന് ഒരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ. അല്ലടി വിലാസിനി, നീ എന്തിനാണ് ഈ നാണിക്കുന്നത്? മോനെ വാടാ. നല്ല പ്രായത്തിൽ നിന്റെ വിവാഹം കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ല ഇപ്പോഴും സമയം വൈകിട്ടില്ല. ഏയ്, നിന്റെ അമ്മാവന്റെ ഒരു മകളുണ്ടല്ലോ. ആ ഗീത. ആ ഗീത, അവളുണ്ടല്ലോ, ഇവന് നല്ല ചേർച്ചയായിരിക്കും. എന്താണോ ഒന്നാൽ നിനക്കിപ്പോൾ മനസ്സിലായില്ലേ? പലപ്പോഴും നീ അവനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറിയത് എന്തിനാണെന്ന്. എനിക്കെന്നല്ല, ഒരാൾക്കും അവനെ രക്ഷിക്കാൻ കഴിയില്ല. വേണോട്ടിനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. ചോദിക്കാഞ്ഞിട്ടാണ്. ചോദിച്ചാൽ ആര് പറയാൻ? ഞാൻ പറയാം. നിനക്കത് അറിയണ്ടേ? കേൾക്കണം. നിങ്ങൾ രണ്ടുപേരും കേൾക്കണം. ഞാനിങ്ങനെ കുടിച്ചു കുടിച്ച് സ്വയം നശിക്കുന്നതിന്റെ കാരണമെന്ന് നിങ്ങൾ അറിയണം. നീ എന്നോട് എപ്പോഴും ചോദിക്കാറില്ലേ എന്റെ വിവാഹത്തെക്കുറിച്ച്? എന്റെ വിവാഹം കഴിഞ്ഞു. നീ അറിയോ ആ പെണ്ണിനെ? സുധ. സുധ അവള് തന്നെ. എന്റെ മനസ്സ് നിറയെ അവളായിരുന്നു. ഇവനറിയാവെന്നെ? അല്ല, ഇവന് മാത്രമേ എന്നെ അറിയൂ. പഠിക്കുന്ന കാലത്ത് പെൺകുട്ടികളുടെ ഇടയിൽ റോമിയോ ആയിരുന്നു ഞാൻ. കലാകാരൻ, പാട്ടുകാരൻ, ആർട്സ് ക്ലബ് സെക്രട്ടറി, അങ്ങനെ എന്തെല്ലാം. ആരാധിക്കാൻ നിരവധി പെൺകുട്ടികൾ. പക്ഷേ എനിക്ക് അവളെ മാത്രം മതിയായിരുന്നു. ഞാൻ സ്നേഹിച്ച സുധേ, എന്നെ സ്നേഹിച്ച സുധേ, എന്റെ കളിക്കൂട്ടുകാരിയായിരുന്ന, സ്നേഹിച്ച പെൺകുട്ടിയെ തന്നെ വിവാഹം ചെയ്യാൻ സാധിക്കുക എന്നത് ഏതൊരു ചെറുപ്പക്കാരന്റെ അഭിലാഷമാണ്. അതും ലണ്ടനിൽ പ്രശസ്തനായ ബിസിനസ്സുകാരന്റെ ഏക മകൾ, ഹൈലി എഡ്യൂക്കേറ്റഡ്, കേംബ്രിഡ്ജ് പ്രോഡക്റ്റ്. എന്നെ പോലെ ചെറുപ്പക്കാരന് വേറെന്ത് വേണം? ഞങ്ങളുടെ വിവാഹം ആർഭാടമായി തന്നെ നടന്നു. വിവാഹം കഴിഞ്ഞ ദിവസം തന്നെ, ദ വെരി ഫസ്റ്റ് നൈറ്റ്, സോറി ഡാർലിംഗ്, ഫ്രണ്ട്സ് അല്ലേ ഇപ്പോഴാ പോയത്. നീ കുടിച്ചിട്ടുണ്ടോ? കുറച്ച് വൈൻ പാർട്ടിയിൽ വെച്ച് പപ്പ നിർബന്ധിച്ചിട്ടാ. ഇന്ന് കുടിച്ചത് ശരി, ഇനി പാടില്ല. എനിക്കിതിന്റെ മണം കേൾക്കുന്നത് അലർജിയാ. പിന്നെ ഇതൊന്നും നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല. ഓക്കെ ഓക്കെ, ഫോർഗെറ്റ് ഇറ്റ്. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞു. അല്പസ്വല്പമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായെങ്കിലും ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു. ബിക്കോസ് ഐ ലവ്ഡ് ഹർ. ക്ഷമിക്കണം, എനിക്കിപ്പോ ഇതില്ലാതെ പറ്റില്ല. ഐ എം സോറി. അവൾക്കില്ലാത്ത ആക്ടിവിറ്റീസ് ഒന്നുമില്ലായിരുന്നു. ലേഡീസ് ക്ലബ്, സിറ്റി ക്ലബ്, റോട്ടറി, ലയൺ എന്ന് വേണ്ട, സൊസൈറ്റി ക്ലാസ്സിന് പറഞ്ഞിട്ടുള്ളതെല്ലാം. എനിക്കെന്തോ ഈ വക കാര്യങ്ങളൊന്നും താല്പര്യമില്ലായിരുന്നു. എന്ന് വെച്ച് ഐ നെവർ റെസ്ട്രിക്റ്റഡ് ഹർ പേഴ്സണൽ ഫ്രീഡം. ആളുകൾ പലതും പറയാൻ തുടങ്ങി. ഞാൻ പലതും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ചു. പക്ഷേ ഒരു ദിവസം ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. മിസ്റ്റർ ശർമ്മ ഉണ്ട്, റൂം നമ്പർ 113. സാറിന് വെയിറ്റ് ചെയ്തിരിക്കാം. താങ്ക് യു.
ബന്ധിച്ചു നിർത്താനാണ് ഭാവമെങ്കിൽ അത് സാധ്യമല്ല. യു ഹാവ് യുവർ ഫ്രീഡം, ഐ വാണ്ട് മൈൻ. ഇംപോസിബിൾ. മാധവ മേനോന്റെ മകളെ ഞാൻ ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കണമെന്നോ? സാധ്യമല്ല. ഞാൻ എന്റെ ഭാര്യയുടെ കാര്യമാണ് പറഞ്ഞത്. ഇത് ഈസ് സ്റ്റുപ്പിഡ്. നിനക്ക് ലജ്ജയില്ലേ സ്വന്തം ഭാര്യയെ കുറിച്ച് ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞു പരത്താൻ? അതും തന്റെ അച്ഛനോട്. അപവാദമോ? അപ്പൊ ഞാൻ ഈ കണ്ടുകൊണ്ട് കണ്ടതൊന്നും വിശ്വസിക്കരുതെന്നോ? വിശ്വസിക്കരുത്. അഥവാ കണ്ടാലും കണ്ണടയ്ക്കണം. അവൾ നിന്റെ ഭാര്യ മാത്രമായിരുന്നുവെങ്കിൽ നീ പറയുന്നത് ശരി. എനിക്ക് ഷീ ഈസ് മോർ ദാൻ ദാറ്റ്. നമ്മുടെ ബിസിനസ് ഇത്ര കണ്ട് വളർന്നത് അവളുടെ അച്ഛന്റെ ശക്തി കൊണ്ട് മാത്രമാണ്. നിന്റെ വാക്ക് കേട്ടത് ഇല്ലാതാക്കാൻ മാത്രം ഒരു വിഡ്ഢിയല്ല ഞാൻ. അതിന് ഞാൻ എന്റെ ഭാര്യയെ മറ്റു പലരുടെയും വെപ്പാട്ടിയാക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? വൈശാഖൻ, മൈൻഡ് യുവർ വേർഡ്സ്. വൈശാഖൻ, ഉയരങ്ങളിൽ ചെന്നെത്താൻ ആഗ്രഹിക്കുന്നവർ പലതും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കേണ്ടി വരും. സില്ലി മാറ്റർ. നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ നീ എല്ലാം മറക്കും. ഫർഗറ്റ് ഇറ്റ്. ലജ്ജയില്ലേ മനുഷ്യ നിങ്ങൾക്ക്? ഒരച്ഛൻ മകനോട് പറയാവുന്ന വാക്കുകളാണോ ഇത്? അല്ലെങ്കിൽ നിങ്ങളെ എന്തിനു പഴിക്കണം? നിങ്ങൾ എന്റെ ആരാ? എനിക്ക് 7 വയസ്സുള്ളപ്പോ നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് കയറി, ഒരു അതിഥിയെ പോലെ. ഒടുവിൽ അതിഥി വീട്ടുകാരനായി. എന്റെ അമ്മ നിങ്ങളെ എന്നെ കൊണ്ട് അച്ഛ എന്ന് വിളിപ്പിച്ചു. എന്റെ അമ്മ കൊട്ടാരത്തിൽ സരളാദേവിക്ക് അന്ന് ആദ്യമായിട്ടൊരു തെറ്റുപറ്റി. അല്ലെങ്കിലും കൊട്ടാരത്തിലെ ദേവിമാർക്ക് തെറ്റേ പറ്റിയിട്ടുള്ളൂ. എന്റെ വഴി ഞാൻ നോക്കിക്കോളാം. ഗെറ്റ് ലോസ്റ്റ് വിത്ത് യുവർ ബ്ലഡി സൊസൈറ്റി ആൻഡ് സ്റ്റാറ്റസ്. ഞാനും അവളും തമ്മിൽ വീണ്ടും കണ്ടു, കോടതിയിൽ വെച്ച്. അവളുടെ മുഖത്ത് അല്പമെങ്കിലും ദുഃഖമോ വേദനയോ കുറ്റബോധമോ? നത്തിങ്. ആവശ്യം പോലെ ഭർത്താക്കന്മാരെ വിലയ്ക്ക് വാങ്ങാൻ ബാങ്ക് ബാലൻസ് ഉള്ളവർ എന്തിനു ദുഃഖിക്കണം, വേദനിക്കണം? ആദ്യമൊക്കെ എല്ലാം മറക്കാൻ അല്പം കുടിച്ചു തുടങ്ങി. ശീലമില്ലാത്തത് ശീലമായപ്പോ അതൊരു നിർബന്ധമായി മാറി. ഇപ്പോ ദിനചര്യയായി. ഞാൻ നാട്ടിൽ നിന്നാൽ എന്റെ സമനില തെറ്റിപ്പോകുമെന്ന് എനിക്ക് തോന്നി. ചിലപ്പോ അവളുടെ മരണം തന്നെ നടന്നേനെ.